ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നൊരു ഈസി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കുക. അതിനുശേഷം അതിൽ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കുക. ഒന്ന് ചൂടായതിന് ശേഷം അതിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് സവാള ഉണ്ടല്ലോ, അത് ചെറിയൊരു പീസ് മതി കേട്ടോ. അതിന് കൂടെ പച്ചമുളകും വെളുത്തുള്ളിയും അതൊന്ന് നന്നായി ചതച്ചാൽ മതി. ചതച്ചതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റായിട്ടൊന്ന് മാറി മതി കേട്ടോ, ഇതേപോലെ കളറ്. അതിനുശേഷം എന്തൊക്കെയാണ് രസക്കൂട്ടുകളെന്നാണ് പറയാൻ വന്നത്. ആദ്യമായിട്ട് ജീരകത്തിൻ്റെ പൊടി, ജീരകം പൊടിച്ച് വെച്ചതാണെങ്കിൽ നന്നായി സ്മെല്ലുണ്ടാവും കേട്ടോ. ഒരു സ്പൂണ് ജീരകപ്പൊടി, അതുപോലെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു അര സ്പൂണ് കുരുമുളക്. പെപ്പർ നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടാൽ മതി. ഓൾറെഡി പച്ചമുളകും വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടാൽ മതി. അതിനുശേഷം ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, ഇതും ഒന്ന് ചേർത്തിട്ട് അതും അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം തക്കാളി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാറിലിട്ടിട്ട്, പഴുത്തിട്ടുള്ള തക്കാളിയാണ് ബെസ്റ്റ്, നന്നായിട്ട് ഒന്ന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക. അത് അടിച്ച് നന്നായി പേസ്റ്റ് ആവേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പുളി ഇത് ശരിക്കും തക്കാളിക്ക് പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പുളി ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് പുളി ആവശ്യമാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഈ തക്കാളി ഒഴിച്ചതിന് ശേഷം ആ പുളി വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ പ്ലെയിൻ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് പതക്കാൻ വരെ വെക്കുക. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൗഡർ, കായം മിക്സ് ചെയ്യാനേ പാടില്ല, രസത്തിൻ്റെ മെയിൻ സാധനമാണ് കായം. അതുപോലെ തന്നെ അതൊന്നുകൂടെ നന്നായിട്ട് ഇതേപോലെ തിളച്ച് വരുന്നതിന് ശേഷം ലാസ്റ്റ് മല്ലിയില അതിന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ആ തക്കാളി ഒന്ന് അരക്കുന്ന ആ ഒരു സമയം മാത്രമേ എക്സ്ട്രാ ഒരു സമയം എന്ന് പറയാനുള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നല്ല ചൂട് ചോറിനൊപ്പം അടിപൊളി രസം കൂട്ടാം കേട്ടോ. അപ്പോൾ ബൈ.